Hello all. Today we are going to study about the contract of guarantee. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണെന്നും റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയും കുറച്ചെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടീസ് എഗെയിൻസ്റ്റ് കോ ഷുവർട്ടീസ് ആണ്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി, എങ്ങനെയൊക്കെയാണ് ഷുവർട്ടിനെ റിലീസ് ചെയ്യാൻ പറ്റുന്നതെന്നെല്ലാമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ റൈറ്റ്സ് എഗെയിൻസ്റ്റ് കോ ഷുവർട്ടി, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം ആരാണ് കോ ഷുവർട്ടീസ്. When a debt is guaranteed by term or sureties, they are called co-sureties. ഒന്നിൽ കൂടുതൽ ഷുവർട്ടീസ് ഡെറ്റ് ഗ്യാരണ്ടി ചെയ്യുമ്പോഴാണ് അവരെ കോ ഷുവർട്ടി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവർക്ക് മൂന്ന് തരത്തിലുള്ള റൈറ്റ്സ് ആണ് പറയുന്നത്. ഈ കോ ഷുവർട്ടീസിനെതിരെയായിട്ട് ഒരു ഷുവർട്ടിക്കുള്ള റൈറ്റ്സ് ആണ് പറയുന്നത്. റൈറ്റ് ടു ക്ലെയിം കോൺട്രിബ്യൂഷൻ, റിലീസ് ഓഫ് കോ ഷുവർട്ടി, റൈറ്റ് ടു ഷെയർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ്. ഇതാണ് മൂന്ന് റൈറ്റ്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പറയുന്നതാണ് ദ റൈറ്റ് ടു ക്ലെയിം കോൺട്രിബ്യൂഷൻ. ഇത് പറയുന്നത് സെക്ഷൻ 146 ഇതിനെ പറ്റി അധികം പറയുന്നത്. ആൻഡ് വെൻ ദർ ആർ സെവറൽ കോ ഷുവർട്ടീസ്, one is compelled to pay the entire debt of the principal debtor, that co-surety gets right against the other co-sureties. അതായത് ഒന്നിൽ കൂടുതൽ co-sureties ഉണ്ടെങ്കിൽ അതിലൊരു ഷുവർട്ടി എല്ലാ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഡെറ്റ് പേയ്മെൻറ്റ് നടത്താൻ കമ്പൽ ചെയ്യപ്പെടുകയാണെങ്കിൽ, അവർ പേയ്മെൻറ്റ് നടത്തിയാൽ അയാൾക്ക് മറ്റ് ഷുവർട്ടികളുടെ റൈറ്റ് എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. And section 146 confers on the surety the right of contribution. Where two or more persons are co-sureties for the same debt or duty, either jointly or severally, and whether under the same or different contracts, they are liable to pay an equal share in the absence of the contract to the contrary. അതായത് അവർ ഓൾറെഡി ചിലപ്പോൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഷുവർട്ടിയും എത്ര പേയ്മെൻറ്റ് നടത്തണമെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈക്വലി പേ ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് co-sureties ആർ ആക്ച്വലി ദേ ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അവർ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാനും ലയബിൾ ആയിരിക്കുന്നത്. ബട്ട് അങ്ങനെ ഈക്വലി അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ അവർ ഈക്വലി ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് P1, P2 ആൻഡ് P3 ആർ ദ ഷുവർട്ടീസ് ഫോർ 6,000. ഇഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റ് ഡിഫോൾട്ട് വരുത്തി, അപ്പോൾ ഓരോരുത്തരും ഈക്വലി പേയ്മെൻറ്റ് നടത്തണം. മനസ്സിലായോ? നോർമലി ഈക്വലി ആണ്. ഇനി അവരെന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ വേണം അവർ കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്. ദെൻ പറയുന്നത് കോ ഷുവർട്ടീസ് ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. പല സംസിലായിട്ടും നേരത്തെ മിസ് പറഞ്ഞതുപോലെ പല സംസിലായിട്ടും ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിലായിട്ടും അവർക്ക് പേയ്മെൻറ്റ് നടത്താം എന്ന് പറയുന്നു. Co-sureties who are bound in different sums are liable to pay equally as far as the limit of their respective obligations permit. അവർക്ക് ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഈക്വലി ആയി മീൻസ് പറഞ്ഞതുപോലെ എഗ്രിഡ് ഷെയർ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അവർ ഈക്വലി പേ ചെയ്യാൻ ലയബിൾ ആണ്. Where co-sureties agree to guarantee different sums, they contribute equally subject to the maximum amount guaranteed by the each one. For example, debt defaulted ആയിരിക്കുന്നത് 6,000 ആണ്. അപ്പോൾ ഓൾറെഡി P1, P2, P3 ആണ് നമ്മുടെ co-sureties. അവർ ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്. P1ഉം P2ഉം 1/4 ഷെയറും P3 1/2, അത് ഹാഫ് ഷെയറും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ ലയബിലിറ്റീനെ ഷെയർ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. Then അടുത്തത് പറയുന്നത് ദ റിലീസ് ഓഫ് കോ ഷുവർട്ടി ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത് സെക്ഷൻ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 138 ആണ് ഇത് പറയുന്നത്. ആൻഡ് റിലീസ് ഓഫ് കോ ഷുവർട്ടി പറയുന്നതാണെങ്കിൽ എ റിലീസ് ബൈ ദ ക്രെഡിറ്റർ ഓഫ് വൺ കോ ഷുവർട്ടി ഡസ് നോട്ട് ഡിസ്ചാർജ് ദ അതേഴ്സ്. അതായത് ഒരാളെ റിലീസ് ചെയ്താൽ, ഒരു കോ ഷുവർട്ടീനെ ക്രെഡിറ്ററായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഈ ജാമ്യത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടാൽ അതിൻ്റെ അർത്ഥം ബാക്കി എല്ലാവരും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു, അതായത് ബാക്കി എല്ലാവരും റിലീസ് ചെയ്യപ്പെട്ടു എന്നല്ല. അതുപോലെ ഇറ്റ് ഓൾസോ ഡസ് നോട്ട് ഫ്രീ ദ റിലീസ്ഡ് ഷുവർട്ടി ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ടു ദ അതർ ഷുവർട്ടീസ്. അതുപോലെ സെക്ഷൻ 138 പറയുന്നു റിലീസ്ഡ് ഷുവർട്ടിക്ക് സ്റ്റിൽ ഹി ഹാസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ അതർ ഷുവർട്ടീസ് ഓൾസോ. മറ്റുള്ള കോ ഷുവർട്ടീസ് ആയിട്ടുള്ളവരായിട്ട്
നമ്മുടെ റിലീസ് ചെയ്ത ഷുവർട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ പറയുന്നുണ്ട് ദ റൈറ്റ് ടു ഷെയർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഇഫ് എ കോ ഷുവർട്ടി റിസീവ്സ് ദ സെക്യൂരിറ്റി ഫ്രം ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഓർ ഫ്രം ദ ക്രെഡിറ്റർ, other co-sureties are entitled to share equally in the benefits of such securities. ഇപ്പോൾ co-suretyക്ക് പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ സെക്യൂരിറ്റിയിൽ നിന്ന് മീൻസ് സെക്യൂരിറ്റി ആയിട്ട് കിട്ടി. ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്റർ ആയിരിക്കും ആദ്യത്തെ ഒരു ഡീൽ നടക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്റർ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സെക്യൂരിറ്റി ആയിട്ട് ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്രെഡിറ്ററിന് കിട്ടാനുള്ള എമൗണ്ട് പേ ചെയ്യുന്നത് ഷുവർട്ടിയാണ്. അപ്പോൾ ഷുവർട്ടി ഹാസ് ദ റൈറ്റ് ഓവർ ദോസ് പ്രോപ്പർട്ടീസ്. ആ സെക്യൂരിറ്റിക്ക് എതിരെ സെക്യൂരിറ്റിക്കുള്ള അധികാരം ഷുവർട്ടിക്കാണ്. അപ്പോൾ ഒരു കോ ഷുവർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ലയബിളാണ്, ബാക്കിയുള്ള കോ ഷുവർട്ടീസിനും ഈക്വലി അത് ഷെയർ ചെയ്യാൻ ലയബിളാണെന്ന് പറയുന്നു. അതുപോലെ they shared the liability of guarantee and the benefits of securities in equal proportion. ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ ബെനിഫിറ്റ്സും അവർ ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് ദീസ് ആർ ഓൾ അബൌട്ട് ദ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ കോ ഷുവർട്ടീസ്. ദെൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ദ ലയബിലിറ്റി. ആൻഡ് ഇത് പറയുന്നത് സെക്ഷൻ 130 to 139 വരെയാണ്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി മീൻസ് termination of surety's liability. A surety is said to be discharged when his liability comes to an end. അതായത് ഈ ഷുവർട്ടിയുടെ ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യിക്കുന്നു, അത് ടെർമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ റിലീസ് ചെയ്യുന്നു. അതാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് വെച്ചാൽ മീനിങ്. ആൻഡ് ഇതിൽ വരുന്ന മെയിൻ എങ്ങനെയൊക്കെയാണ് ഒരു ഷുവർട്ടിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് റിലീസ്ഡ് ആവുന്നത്, ഒരു 3 ways ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ, discharge of surety by conduct of creditor, discharge of surety by invalidation of the contract of guarantee. അതിൽ ആദ്യത്തെയാണ് ഡിസ്ചാർജ് ബൈ റിവോക്കേഷൻ. ഇതിൽ പറയുന്ന എങ്ങനെയൊക്കെ റിവോക്കേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, എന്തായിരുന്നു അർത്ഥം? ക്യാൻസലായി പോവുക അല്ലെങ്കിൽ പിൻവലിക്കുക, അതാണ് ഡിസ്ചാർജ് റിവോക്കേഷൻ എന്ന് വെച്ചാൽ അർത്ഥം. സോ ഡിസ്ചാർജ് ബൈ റിവോക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. റിവോക്കേഷൻ ബൈ നോട്ടീസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 130, റിവോക്കേഷൻ ബൈ ഡെത്ത് ഓഫ് ഷുവർട്ടി അക്കോർഡിംഗ് ടു സെക്ഷൻ 131, ആൻഡ് ദ റിവോക്കേഷൻ ബൈ നോവേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 62. So first one, the revocation by notice according to the section 130. ഇതിൽ പറയുന്നു, in a continuing guarantee the surety can revoke by giving notice for future transactions. He cannot revoke a specific guarantee or a transaction already entered into. അതായത് ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്യാരണ്ടികൾ 2 types ഉണ്ട്. സ്പെസിഫിക് ഗ്യാരണ്ടി ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഉണ്ട്. അത് കണ്ടിന്യൂ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു നമ്പർ ഓഫ് സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിനെ കവർ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണെങ്കിൽ ഷുവർട്ടിക്ക് നോട്ടീസ് കൊടുത്ത് ഫ്യൂച്ചർ ട്രാൻസാക്ഷനിൽ നിന്ന് പിൻവലിയാം. അത് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും സ്പെസിഫിക് ഗ്യാരണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഓൾറെഡി എൻട്രി ചെയ്യപ്പെട്ട ട്രാൻസാക്ഷനിൽ നിന്നോ അവർക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പിൻവലിയാൻ പറ്റില്ല. ഇതാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 130 റിവോക്കേഷൻ ബൈ നോട്ടീസിൽ പറയുന്നത്. And the second case, revocation by the death of surety according to the section 131. In a continuing guarantee, death discharges the surety as regards transactions after death unless there is a contract to the contrary. അതായത് ഷുവർട്ടിയുടെ മരണശേഷം അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഈ കോൺട്രാക്റ്റിൽ നിന്ന് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യപ്പെടുന്നതാണെന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് തേർഡ് വൺ, റിവോക്കേഷൻ ബൈ നൊവേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 62. ഇവിടെ പറയുന്നത് നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ അതായിട്ട് വരുന്നതിനാണ് നൊവേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഫോർ ദ ഓൾഡ് വൺ ഡിസ്ചാർജസ് ദ എക്സിസ്റ്റിംഗ് ഗ്യാരണ്ടി. അതായത് ഓൾറെഡി ഉള്ള ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പുതിയൊരു കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഗ്യാരണ്ടി അതെന്തായി തീരും? ക്യാൻസലായി പോകും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡിസ്ചാർജ് ബൈ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ. അതിൽ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. അതായത് ഓൾറെഡി നമുക്കറിയാം ഒരു കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഷുവർട്ടിയുടെ കൺസെൻറ്റ് കൂടാതെ ഏതെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരാണെങ്കിൽ എന്ത് ചെയ്യാം? ക്രെഡിറ്റർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്നാണ് പറയുന്നത്. Any variance made without the surety's consent
in the terms of the contract between the principal debtor and the creditor, discharges the surety as to transactions subject to the variance. ആ ഒരു വ്യത്യാസം കാണിച്ചിട്ട് അതിൽ നിന്ന് മാറാം. അതുപോലെ the principal applies to the continuing guarantee also to the specific guarantee. ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ആയിരിക്കുന്നത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിക്കും ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്യാരണ്ടിക്കും ഇത് ഈ ഒരു കാര്യം അപ്ലൈ ആവുന്നതാണ്. Then alteration beneficial to the surety or accepting the future further security for the same debt is not a ground for denying the discharge. അതായത് ഈ ഓൾട്രേഷൻ വരുത്തിയത് ഷുവർട്ടിക്ക് ബെനിഫിഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം അതിന് ആ ഒരു കാര്യം മാറ്റിയതിനനുസരിച്ചുള്ള ഒരു ഫർദർ സെക്യൂരിറ്റി കൊടുത്താലും അത് ഒരു ഈ ഡിസ്ചാർജ് ഒഴിവാക്കുന്നതിന് ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് കാര്യം പറയുന്നത് റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. ഇവിടെ പറയുന്നത് ദ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ് by any, അതായത് terminated by any contract between the creditor and the principal debtor by which the principal debtor is released. അതായത് എന്താ ഇവിടെ പറയുന്നത്, ഇത് പ്രകാരം ഒരു ക്രെഡിറ്റർ റിലീസസ് എ പ്രിൻസിപ്പൽ ഡെറ്റർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A took loan from bank and B is a surety. A ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, B ആണ് surety എന്ന് വിചാരിക്കുക. And if bank makes contract with A and says that A you don't need to repay, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ബാങ്ക് എ ആയിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുകയാണ്, അത് ബാങ്ക് പറയാണ് നിങ്ങളത് റീപേ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ then the B is also automatically free. അതായത് ഷുവർട്ടിനെ ഓട്ടോമാറ്റിക്കലി ഷുവർട്ടി ഫ്രീ ആയി എന്നാണ് പറയുന്നത്. ബി എന്ന് പറയുന്നത് നമ്മുടെ ഷുവർട്ടി ആയിരുന്നു, ഷുവർട്ടിക്ക് റിലീസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അതായത് മെയിൻ ആളെ റിലീസ് ചെയ്താൽ, പ്രിൻസിപ്പൽ ഡെറ്ററിനെ റിലീസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ ഷുവർട്ടിനും റിലീസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഷുവർട്ടിക്കും അത്ര ഒബ്ലിഗേഷൻ ഉള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആൻഡ് അതുപോലെ പറയുന്നുണ്ട് the surety is also discharged by any act or omission of the creditor, the legal consequences of which is the discharge of the principal debtor. അതുപോലെ അതായത് if a bank does any act or omits to do something and because of that A is legally freed from the loan, then B is also discharged. അതായത് ബാങ്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മറന്നു, അങ്ങനെ എ ലീഗലി ഫ്രീ ആയി. എ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ഡെറ്റർ ലീഗൽ കോൺസിക്വൻസസിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷുവർട്ടിയും ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എനിത്തിങ് ദാറ്റ് ഫ്രീസ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഓൾസോ ഫ്രീസ് ദ ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെറ്ററിന് ഫ്രീ ആക്കുമെന്തും ഷുവർട്ടിനെ ഫ്രീ ആക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അത്രയാണ് പറയുന്നത് ദ ലോ ട്രീറ്റ്സ് ദ ഷുവർട്ടി ആൻഡ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ടുഗെദർ. അവർ ഒരുമിച്ച് അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. ഇൻ ഷോർട്ട് നോ പ്രിൻസിപ്പൽ ഡെറ്റർ നോ ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെറ്റർ ഇല്ലെങ്കിൽ ഷുവർട്ടിയും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അടുത്തൊരു കാര്യം പറയുന്നത് സെക്ഷൻ 135 പറയുന്നതാണ് ദ കോമ്പൗണ്ടിങ് ബൈ ക്രെഡിറ്റർ വിത്ത് പ്രിൻസിപ്പൽ ഡെറ്റർ. ഇവിടെ എന്താ പറയുന്നത്, according to section 135, a contract between creditor and the principal debtor by which the creditor makes a composition, promises to give time or promises not to sue the principal debtor, discharges the surety unless the surety assents. എന്താ പറയുന്നത്, if the creditor goes easy on the principal debtor, the surety is automatically freed unless the surety agrees to it. അതായത് 3 തരത്തിലാണ് ക്രെഡിറ്റർക്കും പ്രിൻസിപ്പൽ ഡെറ്റർക്കും നല്ല ടേംസിൽ പോകാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് പറയുന്നത് ക്രെഡിറ്റർ മേക്സ് എ കോമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റർ എഗെയിൻസ്റ്റ് ടു ആക്സെപ്റ്റ് ദ ലെസ് മണി. സപ്പോസ് ഇപ്പോൾ ലോൺ എമൗണ്ട് 1 lakh ആയിരുന്നു ആൻഡ് ക്രെഡിറ്റർ പറയാണ്, പ്രിൻസിപ്പൽ ഡെറ്ററിനോട് പറയുന്നു ഒരു 60,000 തന്നാൽ നമുക്ക് വി ആർ ഡൺ, നമുക്ക് പ്രോമിസസ് കീപ്പ് ചെയ്യാം, അത് ഇഷ്യൂ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു വേ. രണ്ടാമത്തത് എന്താ പറയുന്നത്, പ്രോമിസസ് ടു ഗിവ് ടൈം, സമയം നീട്ടി കൊടുക്കുന്നു. ആൻഡ് ദ തേർഡ് കാര്യം പറയുന്നത് പ്രോമിസസ് നോട്ട് ടു സ്യൂ, അതായത് ലീഗൽ ആക്ഷൻസ്, നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളും
ഈ 3 കാര്യങ്ങളും ചെയ്താൽ, അതായത് ഇഫ് ദ ക്രെഡിറ്റർ ഡസ് എനി ഓഫ് ദ എബോവ് വിത്ത് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ദെൻ ദ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ്. അതായത് ഷുവർട്ടി ഫ്രീഡ് ആവും എന്നാണ് പറയുന്നത്. അൺലെസ് ദ ഷുവർട്ടി എസെൻസ്. അതായത് അൺലെസ് ഷുവർട്ടി എസെൻസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അൺലെസ് ഷുവർട്ടി സേസ്, അതായത് ഓക്കെ ഞാൻ ഇതിന് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ലയബിളായി എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. എ ടുക്ക് ലോൺ ആൻഡ് ബി ഈസ് ഷുവർട്ടി. എ ലോൺ എടുത്തിരിക്കുന്നു ബാങ്കിൽ നിന്ന്, ബി ആണ് ഷുവർട്ടി. ബാങ്ക് പറയാണ്, എയോട് പറയുന്നു നിങ്ങൾക്ക് 2 years എടുക്കാം, 1 year ആയിരുന്നു നമ്മുടെ കോൺട്രാക്ട്, ബട്ട് കുഴപ്പമില്ല നമുക്ക് 2 years കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞ സമയം. അങ്ങനെയാണെങ്കിൽ ഇത്രയും വെച്ചിട്ട് നമ്മുടെ ഷുവർട്ടി ഈസ് ഓട്ടോമാറ്റിക്കലി റിലീസ്ഡ്, ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ്ഡ് ആണ്. പക്ഷേ ബി പറയാണ് ബാങ്കിൻ്റെ അടുത്ത്, ഓക്കെ യു ഗിവ് ടൈം, ഐ എഗ്രി വിത്ത് ദാറ്റ്, യു ഗിവ് ടൈം ടു ഹിം എന്ന് പറഞ്ഞാൽ, സമയം കൊടുത്തോ എനിക്ക് വിരോധമില്ല എന്ന് ബി പറഞ്ഞാൽ, ദെൻ ബി വിൽ സ്റ്റിൽ ബി ലയബിൾ. ബി ലയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ബി ആ അഡീഷണൽ റിസ്ക് എടുക്കാൻ തയ്യാറായി, അതുകൊണ്ട് എന്തുണ്ടാവും? ബി ലയബിൾ ആവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഷുവർട്ടീനെ ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ബാങ്ക് എഗ്രി ടു ആക്സെപ്റ്റ് ദ റീപേയ്മെൻറ്റ്സ് ഇൻസ്റ്റാൾമെൻറ്റ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഷുവർട്ടി ദെൻ ദ ഷുവർട്ടി വാസ് ഡിസ്ചാർജ്ഡ്. ഇപ്പോൾ ബാങ്ക് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ ഷുവർട്ടിയുടെ സമ്മതമില്ലാതെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കാമെന്ന് തീരുമാനിച്ചു, ദെൻ ഷുവർട്ടിനെ ഡിസ്ചാർജ് ചെയ്യപ്പെടും എന്ന് പറയുന്നു. ആൻഡ് ഷുവർട്ടി ഇസ് നോട്ട് ഡിസ്ചാർജ് ഇൻ ദീസ് കേസസ്. താഴെ പറയുന്ന കേസസിൽ ഷുവർട്ടി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നില്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 136 പറയുന്നുണ്ട്, when the time is given to the principal debtor by the creditor with a third person, not with the principal debtor. ഡെറ്റർക്കല്ല സമയം കൊടുത്തത്, ഒരു തേർഡ് പേഴ്സൺ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ വന്നാൽ ഷുവർട്ടീനെ റിലീസ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മിയർ ഫോർബിയറൻസ് ഓൺ ദ പാർട്ട് ഓഫ് mere forbearance to sue the principal debtor or enforce any another remedy does not discharge the surety unless otherwise specified. അതായത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താലും, അതിങ്ങനെ ക്രെഡിറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സൈലൻസ് കീപ്പ് ചെയ്താലും ഡസ് നോട്ട് ഫ്രീ ദ ഷുവർട്ടി, ഫ്രീ ആക്കില്ല എന്ന് പറഞ്ഞു. അതായത് വെറുതെ അവർക്ക് കിട്ടാനുള്ള കാര്യം ആക്ഷൻ ഒന്നും എടുക്കാതെ ഡിലേ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റർ ലീഗൽ ആക്ഷൻസ് എടുക്കണ്ടെന്ന് വിചാരിക്കും, അങ്ങനെ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ ഒന്നും നമ്മൾ ഈ ഷുവർട്ടീനെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല. ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 138 പറയുന്നു, റിലീസ് ബൈ ദ ക്രെഡിറ്റർ ഓഫ് വൺ കോ ഷുവർട്ടി ഡസ് നോട്ട് ഡിസ്ചാർജ് അതേഴ്സ്. ഒരു കോ ഷുവർട്ടി, ഒന്നിൽ കൂടുതൽ ഷുവർട്ടീസ് ഉണ്ടാകുമ്പോഴാണ് കോ ഷുവർട്ടീസ് എന്ന് വിളിക്കുക. ആൻഡ് ഇഫ് ദ ക്രെഡിറ്റർ റിലീസ്ഡ് വൺ ഓഫ് ദ ഷുവർട്ടീസ്, അങ്ങനെ ഒരാളെ വൺ ഓഫ് ദ കോ ഷുവർട്ടീനെ റിലീസ് ചെയ്തെന്ന് വിചാരിച്ചാലും മറ്റെല്ലാവരും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് ഇങ്ങനെയെല്ലാമാണ് നമുക്ക് ഷുവർട്ടീനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് പറഞ്ഞത് ഇംപയറിംഗ് റെമഡി ആൻഡ് ദ ലോസ് ഓഫ് സെക്യൂരിറ്റി. ഇംപയറിംഗ് റെമഡി പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം എന്നറിയോ? അതായത് ഇറ്റ് മീൻസ് ഡാമേജിങ് ദ ഷുവർട്ടീസ് ലീഗൽ റൈറ്റ് ടു റിക്കവർ മണി. അതായത് ഈ മണി റിക്കവർ ചെയ്യാനുള്ള ഷുവർട്ടിയുടെ ലീഗൽ റൈറ്റിനെ എന്തെങ്കിലും വീക്കൻ ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപയറിംഗ് റെമഡി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് പറയുന്നത് അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 139 ആൻഡ് 141 ആണ്. ഇംപയറിംഗ് ഷുവർട്ടീസ് റെമഡി, സെക്ഷൻ 139. If the creditor does any act inconsistent with the rights of the surety or omits to do an act required as duty towards the surety, and the surety's eventual remedy against the principal debtor is impaired and the surety is discharged. അതായത് ക്രെഡിറ്റർ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ്, ഷുവർട്ടിയുടെ റൈറ്റ്സിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർട്ടിക്ക് ആ ഒരു എക്സ്റ്റെൻഡിൽ തന്നെ ഡിസ്ചാർജായി പോകുന്ന പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഷുവർട്ടിയുടെ റൈറ്റ്സിനെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ, അതായത് എന്തെങ്കിലും അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയോ ക്രെഡിറ്റർ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഷുവർട്ടിക്ക് ഉള്ള റൈറ്റിന് എന്തെങ്കിലും ഡാമേജസോ ഡിസ്ട്രോയോ സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഷുവർട്ടി റിലീസ് ആവും എന്ന് പറയുന്നു. And it is the duty of the creditor to do every act necessary to protect the rights of the surety. ഷുവർട്ടിയുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ദ ക്രെഡിറ്റർക്കാണെന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തൊരു കാര്യം പറയുന്നത് ദ ലോസ് ഓഫ് സെക്യൂരിറ്റി. ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 141. If the creditor loses or without the consent of the surety parts with
any security given by the principal debtor at the time of the guarantee, the surety is discharged to the extent to the value of the security. അതായത് ഇപ്പോൾ സെക്യൂരിറ്റി കൊടുത്തിട്ടായിരിക്കുമല്ലോ പ്രിൻസിപ്പൽ ഡെറ്റർ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റർക്ക് ആ കിട്ടിയ സെക്യൂരിറ്റിയിൽ ഷുവർട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ അത് ഒരു പക്ഷേ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ആ സെക്യൂരിറ്റിക്ക് വരുത്തി കഴിഞ്ഞാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷുവർട്ടിക്ക് അത് ഡിസ്ചാർജ് ചെയ്യപ്പെടാം. ആ ഒരു ജാമ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, മീൻസ് അങ്ങനെ അതിൽ നിന്ന് റിലീസ് ആവുമെന്നാണ് പറയുന്നത്. ഇനി അവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട്. ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നത്? ലോസ് മീൻസ് ലോസ് ഡ്യൂ ടു ദ കെയർലെസ്നെസ് ഓർ നെഗ്ലിജൻസ്. കെയർലെസ്നെസ്സോ അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആയിട്ടുള്ള കാരണം കൊണ്ടുവരുന്ന ലോസ് ആയിരിക്കണം, അല്ലാതെ നോട്ട് ആക്ട് ഓഫ് ഗോഡ്, എനിമീസ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ അൺഅവോയ്ഡബിൾ ആക്സിഡൻറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ സംഭവിക്കുന്ന ലോസ് അല്ല. അങ്ങനെ ലോസ് ഉണ്ടായാലും ഡിസ്ചാർജ് ചെയ്യപ്പെടില്ല. ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും പറയുന്നു, റിലീസ് ചെയ്യപ്പെടില്ല. പക്ഷെ ലോസ് ഇങ്ങനെ കെയർലെസ് ആയിട്ടോ നെഗ്ലിജൻസ് ആയിട്ടോ വന്നതാണെങ്കിലാണ് ആ ഒരു നിമിഷം ഷുവർട്ടിക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് മാറിപ്പോകാം, ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞിരുന്നു, അത് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അർത്ഥം. ആൻഡ് അടുത്തൊരു കാര്യം പറയുന്നത് ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആകാം അല്ലെങ്കിൽ വോയിഡ് ആകാം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എ ഷുവർട്ടി സ്റ്റാൻഡ്സ് ഡിസ്ചാർജ്ഡ് ഇഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് ഇൻവാലിഡ് ഓർ വോയിഡ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് വോയിഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷുവർട്ടീനെ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഷുവർട്ടി സ്റ്റാൻഡ്സ് ഡിസ്ചാർജ്ഡ്. ഒരു 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ഓർ കൺസീൽമെൻറ്റ്. അതായത് ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡിലൂടെയോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ആണെങ്കിലോ അത് ദെൻ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിരിക്കും. ദെൻ ഷുവർട്ടി സ്റ്റാൻഡ്സ് ഡിസ്ചാർജ്ഡ്. ദെൻ പറയുന്ന സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെൻ കോ ഷുവർട്ടി ഡസ് നോട്ട് ജോയിൻ. If a person gives guarantee upon the contract, the creditor shall not act until another person joins as co-surety. The guarantee is not valid if that person does not join. അതായത് co-surety ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു ബട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ദെൻ ദ തേർഡ് കേസ് പറയുന്നത് ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ. പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ആ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് കൺസിഡറേഷൻ പ്രോപ്പറായി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ നേരിട്ട് കൊടുത്തില്ല, അങ്ങനെ വന്നാലും ഷുവർട്ടിനെ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ അതുപോലെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏതെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാലും ആ ഒരു കോൺട്രാക്റ്റ് ഇല്ലീഗലാകും. Thereby the surety will be terminated from that particular contract. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷുവർട്ടീനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയാണ് നമ്മൾ കണ്ടത്. സോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ദ ക്ലാസ് റൂം റിവ്യൂ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം, ഇത് പഠിക്കാം. സോ താങ്ക് യു.